ഒരു ശാന്തമായ ചെറിയ പട്ടണത്തിൽ അർജുൻ എന്നൊരു ബാലൻ താമസിച്ചിരുന്നു. അവൻ കഥകൾ എഴുതാനും ചിത്രങ്ങൾ വരയ്ക്കാനും വളരെ ഇഷ്ടം. ഒരു ദിവസം സ്കൂൾ ബാഗ് വൃത്തിയാക്കുമ്പോൾ അവൻക്ക് ഒരു പഴയ പെൻസിൽ കിട്ടി. തിളങ്ങുന്ന വെള്ളി ടിപ്പുള്ള ഒരു പെൻസിൽ ഉണ്ടായിരുന്നു. അപ്രതീക്ഷിതമായി ആ പെൻസിൽ സംസാരിച്ചു. "ഹലോ അർജുൻ, ഞാൻ സംസാരിക്കുന്ന പെൻസിൽ. നീ എഴുതുന്ന എന്തും ഞാൻ ജീവിക്കാം." അർജുൻ അത്ഭുതത്തോടെ എഴുതി, "ഒരു വലിയ ചോക്ലേറ്റ് കേക്ക്." ഉടൻ തന്നെ ഒരു രുചികരമായ കേക്ക് അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അടുത്ത ദിവസം പെൻസിൽ പതുക്കെ പറഞ്ഞു, "അർജുൻ, എന്നെ നല്ല കാര്യങ്ങൾക്കു മാത്രം ഉപയോഗിക്കണം." അല്പദിവസങ്ങൾക്കു ശേഷം അർജുൻ സ്കൂൾ ലൈബ്രറിയിൽ ഒരു പഴയ പുസ്തകം കണ്ടു. അത് തുറന്ന ഉടൻ പുസ്തകം പ്രകാശിച്ചു. "ഞാൻ ഒരു മാന്ത്രിക പുസ്തകമാണ്. ലോകത്തിന്റെ എല്ലാ ജ്ഞാനവും എന്നിൽ ഉണ്ട്. നീ എന്നെ വായിച്ചാൽ നിന്റെ കഴിവുകൾ ശരിയായി ഉപയോഗിക്കാൻ ഞാൻ പഠിപ്പിക്കും," പുസ്തകം പറഞ്ഞു. പക്ഷേ അർജുൻ അത് ശ്രദ്ധിച്ചില്ല. അവൻ പെൻസിൽ ഉപയോഗിച്ച് എല്ലാ ദിവസവും മിഠായി, കളിപ്പാട്ടം, കളികൾ ഉണ്ടാക്കി. അവന്റെ സുഹൃത്തുക്കൾക്ക് അസൂയ തോന്നാൻ തുടങ്ങി. അർജുനും സന്തോഷമുള്ളവനല്ലായിരുന്നു. ഒരു സായാഹ്നത്തിൽ മായാബുക്ക് സ്നേഹത്തോടെ പറഞ്ഞു, "അർജുൻ, യഥാർത്ഥ സന്തോഷം മായാജാലത്തിൽ നിന്ന് വരുന്നില്ല. അത് പങ്കിടുന്നതിലും പഠിക്കുന്നതിലും പ്രയത്നിക്കുന്നതിലുമാണ്. നിന്റെ പെൻസിൽ നിന്നെക്കാൾ മറ്റുള്ളവർക്കും സഹായിക്കാൻ ഉപയോഗിച്ചാലോ?" അർജുൻ ആലോചിച്ചു. അടുത്ത ദിവസം അവൻ പെൻസിൽ കൊണ്ട് നല്ല കാര്യങ്ങൾ വരച്ചു. പുസ്തകങ്ങളില്ലാത്ത കുട്ടികൾക്ക് പുസ്തകങ്ങൾ, വിശന്നവർക്കു ഭക്ഷണം, കളിപ്പാട്ടങ്ങളില്ലാത്ത കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ. അപ്പോൾ മായാബുക്ക് പ്രകാശിച്ചു പറഞ്ഞു, "ഇപ്പോൾ നീ യഥാർത്ഥ മായാജാലം പഠിച്ചു, ദയയും പങ്കിടലും." ആ ദിവസം മുതൽ അർജുൻ തന്റെ കഴിവുകൾ നല്ല കാര്യങ്ങൾക്കു മാത്രം ഉപയോഗിച്ചു. സംസാരിക്കുന്ന പെൻസിലും മായാബുക്കും അവന്റെ ജീവിതകാല സുഹൃത്തുക്കളായി.